ഓക്കെ, സോ നമ്മൾ ലിറ്ററൽ റൂളും ഗോൾഡൻ റൂളും മെസ്സിവ് റൂളും പേർപ്പസീവ് റൂളും ഇത്രയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നത് കാരണം നമ്മളത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് യൂസ്ഡം ജനറിസ് എന്ന് പറയുന്നതാണ്. യൂസ്ഡം ജനറിസ് അല്ലെങ്കിൽ ജനറൽ വേർഡ്സ് ലൈക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ. അതായത് ഒരു കേസ് പറയുന്നുണ്ട്, അതൊരു കുതിരപ്പന്തയത്തിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആക്ച്വലി. അപ്പോൾ കുതിരപ്പന്തയം നടക്കുന്നുണ്ട്, ഗാലറിയിൽ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ആൻഡ് അവർ അതിൽ രണ്ടാൾക്കാർ നമ്മളെ ശരിക്കുള്ള കേസാണ്, ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. അപ്പോൾ അതിലുള്ള ആൾക്കാർ കുതിര പന്തയത്തിൽ ബെറ്റ് വെച്ചു. അപ്പോൾ ബെറ്റ് വെച്ചതിൻ്റെ പേരിൽ ബെറ്റ് വെക്കാൻ പാടില്ല, ഗാംബ്ലിംഗ് എന്താണ്, ബെറ്റിംഗ് എന്താണ്, ഇല്ലീഗലാണ്. അപ്പോൾ കോടതിയിൽ കേസ് പോയപ്പോൾ പക്ഷേ ആർക്കും ശിക്ഷയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാരണം കോടതി പറഞ്ഞ് ഇവിടെ ആരും ഇല്ലീഗലായിട്ടൊന്നും ചെയ്തിട്ടില്ല, ദറ്റ് ഈസ് ഓൾ ലീഗൽ. അപ്പം അങ്ങനെ ഒരു വിധി വരാനുള്ളതിൻ്റെ കാരണം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ബെറ്റിംഗ് ഇല്ലീഗലാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇറക്കിയിട്ടുള്ള നിയമം, ഓക്കെ, ബെറ്റിംഗ് ഇല്ലീഗലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ള നിയമം എന്താണെന്ന് വെച്ചാൽ, ബെറ്റിംഗ് ഇല്ലീഗലാണ് അത് നിങ്ങൾ റൂമിൽ, ഓഫീസിൽ, വീടുകളിൽ എന്നിവിടങ്ങളിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ മറ്റ് പ്ലേസസ്, അതർ പ്ലേസസ് എന്ന് മെൻഷൻ ചെയ്തു. ആ നിയമത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ബെറ്റിംഗ് ഈസ് ഇല്ലീഗൽ, ബെറ്റിംഗ് ഇല്ലീഗലാണ് എവിടെയൊക്കെ, റൂം, ഓഫീസ്, ബിൽഡിങ്സ്, ഹൗസ് ആൻഡ് അതർ പ്ലേസസ്. അപ്പോൾ യൂസ്ഡം ജനറസ് എന്താ പറയുന്നത്, ഒരു നിയമത്തിൽ ജനറൽ വേർഡ്സ് ഉണ്ടെങ്കിൽ അതിൽ സ്പെസിഫിക് വേർഡ്സിൻ്റെ മീനിങ് എന്താണോ അത് തന്നെയാണ് ജനറൽ വേർഡ്സിൻ്റെ മീനിങ്ങും. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ നിയമത്തിലെ ജനറൽ വേർഡ് ഏതാണ്, അതർ പ്ലേസസ് അല്ലേ. അതർ പ്ലേസസ് എന്നുള്ളതാണ് ജനറൽ വേർഡ്. ബാക്കി സ്പെസിഫിക് വേർഡ്സ് ഏതൊക്കെയാണ്, ഹൗസ്, ഓഫീസ്, ബിൽഡിങ്, റൂം. ഇതൊക്കെ ഇൻഡോർ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഹൗസ്, റൂം, ഓഫീസ്, ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് ഇൻഡോർ ആണല്ലോ. അപ്പോൾ നമുക്കതിനെ എങ്ങനെ വായിക്കാം, ബെറ്റിംഗ് ഈസ് ഇല്ലീഗൽ ഇൻ ഇൻഡോർ, ഇൻഡോറിലാണ് ബെറ്റിംഗ് ഇല്ലീഗൽ ആയിട്ടുള്ളത്. അപ്പോൾ അതർ പ്ലേസസ് എന്ന് പറയുന്നതും ഇൻഡോർ ആയിട്ടുള്ള സ്ഥലങ്ങളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മളെ ഈ ബെറ്റിംഗ് നടന്നിട്ടുള്ളത് റേസ് ഹോഴ്സ് ഗാലറിയിലാണ്, കുതിരപ്പന്തയം നടക്കുന്ന ഗാലറിയാണ്, വിച്ച് ഈസ് ആൻ ഔട്ട്ഡോർ വൺ. ഗാലറി ഓപ്പൺ ആണ്, ഔട്ട്ഡോർ ആണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് തള്ളിപ്പോയി. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അതർ പ്ലേസസ് എന്നുള്ള ജനറൽ വേർഡിന് അവിടെ വന്നിട്ടുള്ള മീനിങ് ഇൻഡോർ എന്നാണ്. ഇൻഡോർ വരാൻ കാരണം അതിൽ കുറച്ച് സ്പെസിഫിക് വേർഡ്സുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, റൂം, ഹൗസ്, ഓഫീസ്, ബിൽഡിങ്. ഇതൊക്കെ എന്താണ്, ഇൻഡോറാണ്, അതുകൊണ്ടാണ്. ആൻഡ് ദ ഫൈനൽ വൺ എക്സ്പ്രസിയോ ഉനിയസ് എക്സ്ക്ലൂസിയോ ഓൾട്രിയസ്. പേര് കേട്ട് പേടിക്കേണ്ട, ഇതൊക്കെ ലാറ്റിൻ വേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പ്രസിയോ ഉനിയസ് എക്സ്ക്ലൂസിയോ ഓൾട്രിയസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റാറ്റ്യൂട്ട് സ്പെസിഫിക്കലി കുറച്ച് പ്രൊവിഷൻസ് വെച്ചിട്ടുണ്ടാവും, കുറച്ച് നിയമങ്ങൾ വെച്ചിട്ടുണ്ടാവും, കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടാവും. ദെൻ എനിത്തിങ് നോട്ട് എക്സ്പ്രസ്ലി ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് ലിസ്റ്റ് ഈസ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡഡ്. എന്ന് വെച്ചാൽ പ്രത്യേകമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാത്തത് പ്രത്യേകമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതങ്ങനെ തന്നെയല്ലേ. ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്, അത് പറയാം. ഫോർ എക്സാമ്പിൾ, ക്ലാസ് റൂമിലെ ഫസ്റ്റ് ബെഞ്ചിൽ 4 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 4 കുട്ടികളെ പേര് ABCD ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറയാണ്, ക്ലാസ് കഴിഞ്ഞാൽ ABCD എന്നെ വന്ന് കാണണം. ഓക്കെ, ക്ലാസ് കഴിഞ്ഞു, ഞാൻ എൻ്റെ റൂമിലിരിക്കുന്ന സമയത്ത് ക്ലാസ് റൂമിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച ഈ സൈഡിലുള്ള എല്ലാവരും എൻ്റെ റൂമിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ചോദിക്കൂലേ, നിങ്ങളെന്തിനാണ് എല്ലാവരും വന്നേ? അല്ല സാറ് ഈ സൈഡിലേക്ക് കാണിച്ചിട്ടാണ് പറഞ്ഞേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഞാൻ ABCD എന്നീ 4 ആൾക്കാരോട് മാത്രം വരാനാണ് പറഞ്ഞത്, അതിനർത്ഥം ബാക്കിയുള്ള ആരും വരണ്ട എന്നാണ്. ഞാൻ സ്പെസിഫിക്കലി ഇൻക്ലൂഡ് ചെയ്യാത്തവർ എന്തിനു വന്നു? ഞാനത് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്തില്ലേ, പ്രത്യേകമായിട്ട് അവരെ ഞാൻ ഒഴിവാക്കിയതല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ ഈ 4 ആൾക്കാരെ മാത്രം പറഞ്ഞത്. നേരെ മറിച്ച് ക്ലാസ്സിലെ ആൺകുട്ടികൾ എല്ലാവരും വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുമായി. ഓക്കെ, അപ്പോൾ എക്സ്പ്രസീവ്ലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത എല്ലാം സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എക്സ്പ്രസീവ് യൂണിയസ് എക്സ്ക്ലൂസീവ് ഓൾട്രിയസ്. സോ നമ്മൾ ലിറ്ററൽ റൂൾ മുതൽ എക്സ്പ്രസീവ് യൂണിയസ് എക്സ്ക്ലൂസീവ് ഓൾട്രിയസ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രിസംപ്ഷൻസ് ആണ്. നെക്സ്റ്റ് വീഡിയോയിലേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.